ഇറാഖിലെ ബാബിലോൺ. അവിടെയാണ് ഇബ്രാഹിം നബി ജനിച്ചത്. പൗരാണിക സംസ്കാരങ്ങളുടെ കളിത്തൊട്ടിലായിരുന്നു ആ പ്രദേശം. നൂഹ് നബിയുടെ പുത്രൻ സാമിന്റെ സന്താന പരമ്പരയിലാണ് ഇബ്രാഹിം ജനിച്ചത്. ഇബ്രാഹിം നബിയുടെ പിതാവിന്റെ പേരിനെപ്പറ്റി പല അഭിപ്രായങ്ങളുണ്ട്. പിതാവിന്റെ പേര് ആസർ എന്നായിരുന്നു. ഖുർആനിൽ ആസർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിതാവ് താറാഅ് അഥവാ തേരഹ് ആയിരുന്നുവെന്ന് മറ്റൊരഭിപ്രായം. ആസർ പിതൃവിനായിരുന്നുവെന്ന് പറഞ്ഞവരുമുണ്ട്. താറാഹിന്റെ മറ്റൊരു പേരായിരുന്നു ആസർ എന്നാണ് ചിലരുടെ പക്ഷം. ആസർ ബിംബങ്ങൾ വിൽക്കുന്ന ആളായിരുന്നുവെന്നും താറാഅ് ഏകദൈവ വിശ്വാസിയായിരുന്നുവെന്നും ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇബ്രാഹിം നബിയുടെ മാതാവിന്റെ പേര് അമീല എന്നായിരുന്നു. മറ്റൊരഭിപ്രായപ്രകാരം ബൂന. അക്കാലത്ത് ബാബിലോൺ ഭരിച്ചത് നമ്രൂദ് രാജാവായിരുന്നു. ടൈഗ്രീസ് യൂഫ്രട്ടീസ് നദികൾക്കിടയിലുള്ള മെസൊപ്പൊട്ടോമിയ എന്ന പ്രദേശം വളരെ ഫലപുഷ്ടിയുള്ളതായിരുന്നു. കൃഷിയും കന്നുകാലികളും വർദ്ധിച്ചു. ഐശ്വര്യത്തിന്റെ കേന്ദ്രമായി വളർന്നു. അതുകൊണ്ട് ലോകശ്രദ്ധ അങ്ങോട്ടാകർഷിക്കപ്പെട്ടു. പല രാജ്യക്കാരും അവിടെയെത്തി. ധാരാളം തൊഴിലവസരങ്ങളുണ്ടായി. ജനങ്ങൾ കഠിനാധ്വാനം ചെയ്തു. മെസൊപ്പൊട്ടോമിയ അതിവേഗം വളർന്നുകൊണ്ടിരുന്നു. പൗരാണിക ചരിത്രത്തിൽ പദ്ദൻ അരം എന്നൊരു പട്ടണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇബ്രാഹിം നബിയുടെ യൗവനകാലത്ത് പദ്ദൻ അരമിൽ താമസിച്ചിട്ടുണ്ട്. ഇത് മെസൊപ്പൊട്ടോമിയയുടെ മറ്റൊരു പേരായിരുന്നുവെന്നും അഭിപ്രായമുണ്ട്. ഇബ്രാഹിം നബി കുറേക്കാലം ജീവിച്ച പട്ടണമാണ് ഊർ. ഊർ പട്ടണത്തിന് കൽദയ പട്ടണം എന്നും പേരുണ്ട്. യുഫ്രട്ടീസ് നദിയുമായി സന്ധിക്കുന്ന മനോഹരമായ ഒരു അരുവിയുടെ കരയിലാണ് ഊർ പട്ടണം. കൂഫയിലും ഹാറാൻ പട്ടണത്തിലും ഇബ്രാഹിം നബി താമസിച്ചിട്ടുണ്ട്. ചരിത്രപ്രാധാന്യമുള്ള ഈ പ്രദേശങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന രാജ്യത്തിന്റെ ഭരണാധികാരിയാണ് ധിക്കാരിയായ നമ്രൂദ്. കാഴ്ചക്കാരെ അമ്പരപ്പിക്കുന്നതായിരുന്നു രാജകൊട്ടാരം. പ്രൗഢി കൂടിയ ആരാധനാലയങ്ങൾ സ്ഥാപിച്ചു. ആരാധനാലയങ്ങളിൽ ബിംബങ്ങൾ വെച്ചു. സൂര്യനും ചന്ദ്രനുമെല്ലാം ആരാധ്യവസ്തുക്കളായി. ഒരു ദിവസം നമ്രൂദ് ഒരു പ്രഖ്യാപനം നടത്തി. ജനങ്ങളെ, ഞാൻ തന്നെയാണ് ലോകരക്ഷിതാവ്. ഞാനാണ് ദൈവം. ജീവനെടുക്കാനും ജീവൻ കൊടുക്കാനും എനിക്ക് കഴിയും. നിങ്ങൾ എന്നെ ആരാധിക്കുക. ജനം അത് സ്വീകരിച്ചു. ബിംബങ്ങളും രാജാവും ആരാധിക്കപ്പെട്ടു. കൊട്ടാരത്തിൽ ജ്യോത്സ്യന്മാർക്കായിരുന്നു മുഖ്യസ്ഥാനം. അവരുടെ പ്രവചനങ്ങൾ തള്ളപ്പെടുകയില്ല. രാജാവും പ്രജകളുമെല്ലാം അത് വിശ്വസിക്കും. ഇബ്രാഹിം നബിയുമായി ബന്ധപ്പെട്ട കുറെ സംഭവങ്ങൾ ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തന്റെ രാജ്യത്തിന്റെ തലസ്ഥാനമായ ബാബിലോൺ പട്ടണത്തിലെ കൊട്ടാരത്തിൽ സകല ആഡംബരങ്ങളോടും കൂടി കഴിഞ്ഞുവരികയാണ് നമ്രൂദ്. തന്നെ എതിർക്കാൻ കഴിവുള്ള ഒരു ശത്രുവില്ല. എടുത്താൽ തീരാത്ത സ്വത്ത്, ഖജനാവ് സമ്പന്നം, വിനോദം, നായാട്ട്, ദുഃഖമറിയാത്ത ജീവിതം. ഒരു രാത്രിയിൽ കണ്ട സ്വപ്നം രാജാവിനെ ഭയപ്പെടുത്തി. പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ഒരു നക്ഷത്രം ഉദിക്കുന്നു. അത് ഉയർന്നുവരുന്നു. പ്രകാശം കൂടിക്കൂടി വരുന്നു. ആ പ്രകാശത്തിൽ ചന്ദ്രൻ മങ്ങുന്നു. രാജാവ് ഞെട്ടിയുണർന്നു. വെപ്രാളത്തോടെ ജ്യോത്സ്യന്മാരെ വിളിച്ചുവരുത്തി. പ്രശ്നം വെച്ചു. രാജാവിന്റെ പ്രധാന ആരാധ്യവസ്തുവാണ് ചന്ദ്രൻ. അതിന് മങ്ങലേൽക്കാൻ പോകുന്നു. ഉദിച്ചുവരുന്ന നക്ഷത്രം ഒരു കുട്ടിയുടെ ജനനത്തെ സൂചിപ്പിക്കുന്നു. ഒരു കുട്ടിയുടെ ജനനം കാരണം രാജാവിന് നാശം വരും. അതെ, രാജവാഴ്ച തകരും. കൊട്ടാരങ്ങളും രാജമന്ദിരങ്ങളും കൈവിട്ടുപോകും. ആരാധനാലയങ്ങൾ നശിക്കും. സൈനിക ശക്തി നശിക്കും. ശിർക്ക് തകരും. തൗഹീദ് സ്ഥാപിക്കപ്പെടും. നമ്രൂദ് രാജാവ് കോപാകുലനായി മാറി. ഈ രാജ്യത്ത് ഇനിയൊരു ഭർത്താവും ഭാര്യയോടൊപ്പം ശയിക്കരുത്. ഇവിടെ ഒരു സ്ത്രീയും ഗർഭിണിയാവരുത്. ഇനി പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെ വളരാൻ അനുവദിക്കില്ല. രാജശാസന വന്നു. രാജ്യം നടുങ്ങി. വൈമനസ്യത്തോടെയാണെങ്കിലും ജനങ്ങളത് സ്വീകരിച്ചു. ആരെങ്കിലും രാജശാസന തെറ്റിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ രഹസ്യാന്വേഷണ വിഭാഗത്തെ ചുമതലപ്പെടുത്തി. ഓരോ വീടും അവരുടെ നിരീക്ഷണത്തിലായി. ഇതിനിടയിൽ ഇബ്രാഹിം നബിയുടെ മാതാപിതാക്കൾ ബന്ധപ്പെട്ടു. മാതാവ് ഗർഭിണിയായി. മാതാവ് പുറത്തിറങ്ങാൻ ഭയന്നു. ഗർഭം വളർന്നു. പ്രസവസമയമായി. കുടുംബത്തിൽ ഭയവും വെപ്രാളവും നിറഞ്ഞുനിന്നു. രഹസ്യം പുറത്തായില്ല. പ്രസവമടുത്തു. വീട്ടിനു പുറത്ത് ഒരു രഹസ്യകേന്ദ്രത്തിൽ കുട്ടിയെ വളർത്തി. ശിശു നല്ല ആരോഗ്യത്തോടെ വളർന്നുവന്നു. നല്ല ബുദ്ധിശക്തി, ബലം കൂടിയ ശരീരം. അസാധാരണ വേഗത്തിലായിരുന്നു കുട്ടിയുടെ വളർച്ച. രഹസ്യകേന്ദ്രത്തിൽ നിന്ന് കുട്ടിയെ വീട്ടിൽ കൊണ്ടുവന്നു. ഓർമ്മവെച്ച കാലം മുതൽ കുട്ടി ചുറ്റും കാണുന്നതെന്താണ്? പ്രകാശമുള്ളൊരു നക്ഷത്രം ഉദിച്ചാൽ ഉടനെ ജനങ്ങൾ അതിന് സുജൂദ് ചെയ്യും. 14 രാവിലെ പൂർണ്ണചന്ദ്രനെ ആരാധിക്കാൻ എന്തൊരു തിരക്ക്! സൂര്യനെ ആരാധിക്കുന്നവർ നിരവധിയാണ്. ഈ ആരാധന കൊണ്ടെന്തു ഫലം? കുട്ടി ചിന്തിച്ചു. താറഹിന് 75 വയസ്സായപ്പോഴാണ് ഇബ്രാഹിം എന്ന കുട്ടി ജനിച്ചത്. താറഹിന് മറ്റ് 2 ആൺകുട്ടികൾ ജനിച്ചിട്ടുണ്ട്. നാഹൂർ മൂത്തകുട്ടി, ഹാറാൻ ഇളയകുട്ടി. മധ്യത്തിലുള്ളത് ഇബ്രാഹിം. ഹാറാൻ എന്ന കുട്ടി വളർന്നു വലുതായി വിവാഹം കഴിച്ചു. അതിൽ ജനിച്ച കുട്ടിയാണ് ലൂത്ത്. പിതാവിന്റെ ജീവിതകാലത്ത് തന്നെ ഹാറാൻ മരണപ്പെട്ടു. ബാബിലോൺ പട്ടണത്തിലായിരുന്നു.
താറഹിന്റെ മരണത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് ഇങ്ങനെയാകുന്നു: കൽദാസികളുടെ നാട്ടിൽ നിന്ന് കൻആനികളുടെ നാട്ടിലേക്ക് ഒരു ചെറുസംഘം യാത്ര പുറപ്പെട്ടു. താറഹ് മകൻ ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ ഭാര്യ സാറാ ലൂത്ത് എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. അവർ ഹാറാൻ എന്ന പ്രദേശത്തെത്തി. താറഹിന് 250 വയസ്സ് പ്രായമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് രോഗം ബാധിച്ചു. ഹാറാസിൽ വെച്ച് മരണപ്പെട്ടു. അക്കാലത്തെ പ്രസിദ്ധമായ പട്ടണമായിരുന്നു ദിമിഷ്ക്. 7 നക്ഷത്രങ്ങളെ ആരാധിക്കുന്ന നാട്. പൗരാണിക ദിമിഷ്ക് പട്ടണത്തിലേക്ക് പ്രവേശിക്കാൻ 7 കവാടങ്ങളുണ്ടായിരുന്നു. 7 നക്ഷത്രങ്ങളുടെ പേരിൽ അവ അറിയപ്പെട്ടു. ഓരോ കവാടത്തോട് ചേർന്ന് ഓരോ ക്ഷേത്രങ്ങൾ. ആ ക്ഷേത്രങ്ങൾ ഓരോ നക്ഷത്രത്തിന്റെ പേരിൽ അറിയപ്പെട്ടു. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും മറ്റു പ്രകൃതിശക്തികളും ആരാധിക്കപ്പെട്ടു. എണ്ണമറ്റ ബിംബങ്ങൾ. ലോകം മുഴുവൻ ബിംബാരാധനയിൽ സർവശക്തനെ മറന്നുള്ള ജീവിതം. ഇബ്രാഹിം നബി ജനിക്കുമ്പോഴുള്ള ലോകത്തിന്റെ അവസ്ഥ അതായിരുന്നു. നക്ഷത്രങ്ങൾ ആരാധിക്കപ്പെട്ടു. ബാബിലോണിയ പൗരാണിക നാഗരികതയുടെ കേന്ദ്രമാകുന്നു. വിവിധതരം കലകൾ അവിടെ വളർന്നു വന്നിട്ടുണ്ട്. വാണിജ്യവും വ്യവസായവും വളർന്നിട്ടുണ്ട്. തത്വശാസ്ത്രം വളർച്ച പ്രാപിച്ചിട്ടുണ്ട്. നിരവധി യുദ്ധങ്ങൾക്കും അധിനിവേശങ്ങൾക്കും ആ പ്രദേശം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി ജനിക്കുന്ന കാലത്ത് ബാബിലോണിയ കടുത്ത വിഗ്രഹാരാധനയുടെ പിടിയിലമർന്ന് കിടക്കുകയായിരുന്നു. അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും കൊടികുത്തി വാഴുകയായിരുന്നു. സൂര്യൻ, ചന്ദ്രൻ, ശുക്രൻ എന്നിവയുടെ വിവിധ പേരുകളിലുള്ള അമ്പലങ്ങളുണ്ടായിരുന്നു. ഓരോന്നിനും ധാരാളം സ്വത്തും പ്രത്യേക പൂജാരിമാരുമുണ്ടായിരുന്നു. പല നക്ഷത്രങ്ങളുടെ പേരിലും ദേവാലയങ്ങളുണ്ടായിരുന്നു. അവരെക്കുറിച്ചുള്ള നിരവധി അത്ഭുത കഥകൾ നാട്ടിലാകെ പ്രചരിച്ചു. പൂജാരിമാർക്കാണ് സമൂഹത്തിൽ സ്വാധീനം. അവർ വളരെയേറെ ആദരിക്കപ്പെട്ടു. അവരുടെ വാക്കുകൾ ആരും അവഗണിക്കുകയില്ല. എല്ലാ സുഖസൗകര്യങ്ങളും സമ്പത്തും അവർ ആസ്വദിച്ചുപോന്നു. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ആരാധ്യവസ്തുക്കളല്ലെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. തന്ത്രപരമായ ഒരു പരിപാടി അവതരിപ്പിക്കാം. അതിലൂടെ അവരെ ചിന്തിപ്പിക്കാം. വളരെ സൂക്ഷ്മതയോടെയാണ് പരിപാടി നടപ്പാക്കിയത്. ഒരു രാത്രി ആകാശത്ത് ഒരു നക്ഷത്രം ഉദിച്ചു. അത് കണ്ടപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു, ഇതാണ് എന്റെ റബ്ബ്. നക്ഷത്രത്തെ ആരാധിക്കുന്ന സമൂഹത്തിന് വലിയ സന്തോഷമായി അവർ ആഹ്ലാദം പ്രകടിപ്പിച്ചു. കുറേനേരം നക്ഷത്രം നല്ല ശോഭയോടെ നിന്നു. പിന്നെ അത് മാഞ്ഞുപോയി. അപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു, മാഞ്ഞു പോകുന്നത് റബ്ബാവാൻ പറ്റില്ല. മനഃശാസ്ത്രപരമായൊരു ക്ലാസാണ് നടന്നത്. പക്ഷേ അതുൾക്കൊള്ളാൻ അവർ തയ്യാറായില്ല. നക്ഷത്രാരാധകർ തുടർന്നും അതിനെ ആരാധിച്ചുകൊണ്ടിരുന്നു. ചന്ദ്രൻ ഉദിച്ചുയർന്നു. പൂനിലാവ് പരന്നു. ചന്ദ്രനെ ആരാധിക്കുന്നവർക്ക് വലിയ സന്തോഷം. ചന്ദ്രന്റെ പേരിൽ നടക്കുന്ന ദേവാലയങ്ങൾ സജീവമായി. അപ്പോൾ ഇബ്രാഹിം നബി പ്രഖ്യാപിച്ചു, ഇതാണ് എന്റെ റബ്ബ്. ചന്ദ്രനെ ആരാധിക്കുന്നവർക്ക് ഇബ്രാഹിമിനോട് എന്തൊരു സ്നേഹം. ആ ചെറുപ്പക്കാരനെ കൂടെ കിട്ടിയതിൽ അഭിമാനിച്ചു. ചന്ദ്രൻ അസ്തമിച്ചപ്പോൾ ഇബ്രാഹിം നബി പ്രഖ്യാപിച്ചു, അസ്തമിച്ചു പോകുന്നത് റബ്ബാവാൻ കൊള്ളില്ല. ചന്ദ്രന്റെ ആരാധകർ അത് ചെവിക്കൊണ്ടില്ല. അവർ പഴയ മാർഗത്തിൽ തന്നെ തുടർന്നു. നേരം വെളുത്തു. സൂര്യനുദിച്ചുയർന്നു. സൂര്യനെ ആരാധിക്കുന്നവർ സജീവമായി. സൂര്യന്റെ പേരിലുള്ള ആരാധനാലയങ്ങളിൽ ഭക്തന്മാർ തിങ്ങി നിറഞ്ഞു. അപ്പോൾ ഇബ്രാഹിം നബി പ്രഖ്യാപിച്ചു, ഇതാണ് എന്റെ റബ്ബ്. സൂര്യാരാധകന്മാർ അത് കേട്ടു, ആഹ്ലാദം കൊണ്ടു. പകൽ മുഴുവൻ സൂര്യന്റെ ആധിപത്യം നിലനിന്നു. പശ്ചിമ ചക്രവാളത്തിൽ നിന്ന് സൂര്യൻ അപ്രത്യക്ഷമായി. അപ്പോൾ ഇബ്രാഹിം നബി പ്രഖ്യാപിച്ചു, സൂര്യൻ റബ്ബാവാൻ പറ്റില്ല, അതിനും അസ്തമയമുണ്ട്. സൂര്യാരാധകന്മാർ അത് ചെവിക്കൊണ്ടില്ല. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അല്ലാഹുവിന്റെ സൃഷ്ടികളാവുന്നു. അല്ലാഹുവിന്റെ കൽപ്പനകൾക്കനുസരിച്ചാണവ ചലിക്കുന്നത്. ഈ സത്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നടത്തിയ പരീക്ഷണം വിഫലമായി. അവർ ശിർക്കിൽ തുടർന്നു. ഇബ്രാഹിം നബി തന്റെ വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കുന്നതാണ്. ആ ജനത കണ്ടത്, ജനങ്ങളെ, നിങ്ങൾ ശിർക്കിൽ വ്യാപൃതരായിരിക്കുന്നു. നക്ഷത്രത്തെയും ചന്ദ്രനെയും സൂര്യനെയും ദൈവമാക്കുക വഴി നിങ്ങൾ മുശ്രിക്കുകളായിരിക്കുന്നു. നിങ്ങളുടെ ശിർക്കിൽ എനിക്ക് പങ്കില്ല. ഞാനതിൽ നിന്നൊഴിവാണ്. ഞാൻ സർവശക്തനായ അല്ലാഹുവിനെ ആരാധിക്കുന്നു. അവന് കീഴൊതുങ്ങി ജീവിക്കുന്നു. ഞാൻ മുസ്ലിമാകുന്നു. അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കാൻ ധിക്കാരികളുടെ സമൂഹത്തെ അദ്ദേഹം വീണ്ടും വീണ്ടും ക്ഷണിച്ചു. ഒരിക്കൽ ഇറാഖിൽ കടുത്ത ക്ഷാമം പിടിപെട്ടു. ആഹാരത്തിനു വകയില്ലാതെ ജനങ്ങൾ വല്ലാതെ കഷ്ടപ്പെട്ടു. നാട്ടിൽ വിളഞ്ഞ ധാന്യവും മറ്റു നാടുകളിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ധാന്യവും നമ്രൂദ് രാജാവിന്റെ കൊട്ടാരത്തിലെ കലവറയിൽ സൂക്ഷിക്കപ്പെട്ടു. ആർക്കെങ്കിലും അല്പം ധാന്യം കിട്ടണമെങ്കിൽ നമ്രൂദിന്റെ കൊട്ടാരത്തിൽ ചെല്ലണം. നമ്രൂദിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യണം. അതിന് തയ്യാറില്ലാത്ത ആരും അന്നാട്ടിലുണ്ടായിരുന്നില്ല. ഇബ്രാഹിം നബി പലതവണ നമ്രൂദുമായി സംഭാഷണം നടത്തിയിട്ടുണ്ട്. സർവശക്തനായ അല്ലാഹുവിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഒരു ഫലവുമുണ്ടായില്ല. കോപം വർദ്ധിച്ചു എന്നു മാത്രം. ഒരിക്കൽ ഇബ്രാഹിം നബി കൊട്ടാരത്തിൽ ചെന്നു. എന്തിനാണ് വന്നത്? രാജാവ് ചോദിച്ചു. അറിഞ്ഞുകൂടെ, നാട്ടിലാകെ ക്ഷാമം പിടിപെട്ടില്ലേ, ധാന്യം വേണം. ഇബ്രാഹിം നബി പറഞ്ഞു, ഞാനാരാണെന്ന് നിനക്കറിയുമോ? രാജാവ് ഗൗരവത്തിൽ ചോദിച്ചു. പ്രവാചകൻ വിനയത്തോടെ ഇങ്ങനെ പറഞ്ഞു,
ഏകനായ റബ്ബിന്റെ ഒരടിമ. എന്ത് അടിമയോ? ഞാൻ നിന്റെ റബ്ബിന്റെ അടിമയോ? ഞാനൊരു കാര്യം പറയാം. എല്ലാവരും ചെയ്യുന്നത് പോലെ നീ എന്റെ മുമ്പിൽ സുജൂദ് ചെയ്യണം. അല്ലാതെ ഒരു മണി ധാന്യം ഞാൻ തരില്ല. ഏകനായ റബ്ബിന്റെ മുമ്പിൽ മാത്രമേ ഞാൻ സുജൂദ് ചെയ്യുകയുള്ളൂ. മനുഷ്യന്റെ മുമ്പിൽ സുജൂദ് ചെയ്യില്ല. പറ, ആരാണ് നിന്റെ റബ്ബ്? ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്ന അല്ലാഹു. ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യാൻ എനിക്കും കഴിയും, നോക്കിക്കോ. ഇങ്ങനെയുള്ള സംഭാഷണങ്ങൾ പലതവണ നടന്നിട്ടുണ്ട്. വാദിച്ചു ജയിക്കാൻ നമ്രൂദിന് കഴിഞ്ഞില്ല. ഒരിക്കൽ ഒരു സദസ്സിൽ വെച്ചു സംവാദം നടന്നു. മനുഷ്യരെ ജീവിപ്പിക്കാനും മരിപ്പിക്കാനും എനിക്കു കഴിയും. കാണിച്ചുതരാം. രണ്ടാളുകളെ കൊണ്ടുവന്നു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു കുറ്റവാളി, മറ്റേയാൾ കുറ്റം ചെയ്യാത്ത നിരപരാധി. വധശിക്ഷ അർഹിക്കുന്ന കുറ്റവാളിയെ വെറുതെ വിട്ടു, നിരപരാധിയെ കൊന്നുകളഞ്ഞു. കണ്ടില്ലേ, ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും ഞാനാണെന്ന് മനസ്സിലായില്ലേ? ഞാനാണ് റബ്ബ്. അല്ല, നീ റബ്ബല്ല, അക്രമിയാണ്. എന്റെ റബ്ബ് സൂര്യനെ കിഴക്കുനിന്ന് ഉദിപ്പിക്കുന്നു. നീ റബ്ബാണെങ്കിൽ സൂര്യനെ പടിഞ്ഞാറുനിന്ന് ഉദിപ്പിക്കൂ. ജനം മിഴിച്ചു നിൽക്കുകയാണ്. നമ്രൂദിന് ഉത്തരം മുട്ടിപ്പോയി. സൂര്യാരാധകന്മാർ നിറഞ്ഞ ഒരു സദസ്സിൽ വെച്ച് ഇബ്രാഹിം നബി പ്രഖ്യാപിച്ചു: സൂര്യനെ ദേവതയാക്കി ആരാധിക്കുന്ന സമൂഹമേ, ഒരു കാര്യം ഓർത്തുകൊള്ളുക. സൂര്യൻ ചലിക്കുന്നത് അല്ലാഹുവിന്റെ കൽപ്പനയനുസരിച്ചാണ്. സർവ്വകഴിവും അല്ലാഹുവിനാകുന്നു. നമ്രൂദിന് ഒരു കഴിവുമില്ല, അല്ലാഹു നൽകിയ കഴിവല്ലാതെ. ഒരിക്കൽ ഒരു സദസ്സിൽ വെച്ച് ഉത്തരം മുട്ടിയ നമ്രൂദ് ഇബ്രാഹിം നബിയോടിങ്ങനെ പറഞ്ഞു: ഒരു മൃതശരീരത്തിന് ജീവൻ നൽകാൻ നിന്റെ റബ്ബിനോട് അപേക്ഷിക്കുക. നിന്റെ റബ്ബ് അതിന് ജീവൻ നൽകുന്നത് ഞാനൊന്ന് കാണട്ടെ. നിന്റെ റബ്ബ് മൃതശരീരത്തിന് ജീവൻ നൽകിയില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. മരിച്ചവരെ ജീവിപ്പിക്കുക എന്റെ റബ്ബിനതിന് കഴിയും. മരിച്ചവരെ ജീവിപ്പിക്കുന്ന കാര്യം മനസ്സിന്റെ ചിന്താവിഷയമായി മാറി. എപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. ഒടുവിൽ അല്ലാഹുവിനോട് അക്കാര്യം പറഞ്ഞു പ്രാർത്ഥിച്ചു. വിശുദ്ധ ഖുർആൻ പറയുന്നത് നോക്കൂ: അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു. മരിച്ച മനുഷ്യരെ ജീവിപ്പിക്കാൻ അവനൊരു പ്രയാസമില്ല. അക്കാര്യത്തിൽ ഇബ്രാഹിം നബിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. മനസ്സിന്റെ സമാധാനത്തിനു വേണ്ടിയാണ് അതാവശ്യപ്പെട്ടത്. 4 പക്ഷികളെയാണ് പിടിച്ചത്: മയിൽ, കാക്ക, പ്രാവ്, കോഴി എന്നിവ. 4 പക്ഷികൾക്ക് 4 ദുസ്വഭാവങ്ങളുണ്ട്. ആ ദുസ്വഭാവങ്ങൾ മനുഷ്യനിലുമുണ്ട്. ദുസ്വഭാവങ്ങൾ ഹനിച്ചുകളയണം. അങ്ങനെയൊരു തത്വം കൂടി ഈ നടപടിയിലുണ്ട്. ശരീരഭംഗിയുള്ള പക്ഷിയാണ് മയിൽ, തന്റെ സൗന്ദര്യത്തിൽ അഹങ്കരിക്കുന്ന പക്ഷി. ലൗകിക ജീവിതത്തിന്റെ അലങ്കാരങ്ങളിലുള്ള മനുഷ്യന്റെ ഭ്രമം, അതാണിവിടെ സൂചന. ആത്മീയ ചിന്തകളും പരിശീലനങ്ങളും കൊണ്ട് ഇത് നശിപ്പിക്കണം. ദുരാഗ്രഹമുള്ള പക്ഷിയാണ് കാക്ക. മനുഷ്യഹൃദയത്തിലും ദുരാഗ്രഹങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. എത്ര കിട്ടിയാലും മതിവരില്ല. ഈ ദുരാഗ്രഹം നശിപ്പിക്കണം. അമിതമായ കാമവികാരമുള്ള പക്ഷിയാണ് കോഴി. മനുഷ്യരിലും ഈ സ്വഭാവമുണ്ട്. ഇത് നിയന്ത്രിക്കാനുള്ള കഴിവ് മനുഷ്യൻ നേടണം. അനുവദനീയ മാർഗം മാത്രമേ സ്വീകരിക്കാവൂ. അനുവദിക്കാത്ത നിഷിദ്ധ മാർഗങ്ങൾ മുഴുവൻ ഉപേക്ഷിക്കണം. അമിതമായ കുടുംബസ്നേഹമുള്ള പക്ഷിയാണ് പ്രാവ്. അല്ലാഹുവിന്റെ പ്രീതി നേടാൻ ഉപകരിക്കുന്ന വിധമായിരിക്കണം മനുഷ്യന്റെ കുടുംബസ്നേഹം. അല്ലാഹുവിന്റെ കോപം വിളിച്ചുവരുത്തുന്ന വിധമുള്ള കുടുംബസ്നേഹം പാടില്ല. മനുഷ്യനിലെ 4 ദുസ്വഭാവങ്ങൾ ഇല്ലായ്മ ചെയ്യുകയെന്ന ലക്ഷ്യം 4 പക്ഷികളെ അറുത്തതിലുണ്ട്. ജീവികൾ ചതുർഭൂതങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അഗ്നി, മണ്ണ്, വായു, ജലം എന്നിവയാണവ. മനുഷ്യശരീരത്തിലും ഇവയുണ്ട്. 4 പക്ഷികളെ അറുത്ത് കഷ്ണങ്ങളാക്കി കൂട്ടിക്കുഴച്ച് 4 മലകളിൽ വെച്ചു. അതിനുശേഷം അവയെ വിളിച്ചു. അവ പൂർവസ്ഥിതി പ്രാപിച്ചു പറന്നുവന്നു. അല്ലാഹുവിന്റെ അപാരശക്തി പ്രകടമായ സംഭവം. നമ്രൂദും കൂട്ടരും എന്നിട്ടും വിശ്വസിച്ചില്ല. അവർ നബിയെയും അല്ലാഹുവിനെയും ആക്ഷേപിച്ചുകൊണ്ടിരുന്നു. ഇബ്രാഹിം നബി നാട്ടുകാരുടെ നോട്ടപ്പുള്ളിയായി. തനിക്കു ചുറ്റുമുള്ള ചരാചരങ്ങൾ അല്ലാഹുവിന്റെ സൃഷ്ടിയാണെന്ന് ആ ചെറുപ്പക്കാരൻ പറഞ്ഞുകൊണ്ടിരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവൻ അല്ലാഹുവാണ്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അല്ലാഹുവിന്റെ സൃഷ്ടികളാവുന്നു. കാറ്റും മഴയും വെയിലും ചൂടും തണുപ്പും തരുന്നതും അല്ലാഹു. അവനെ മാത്രമേ ആരാധിക്കാവൂ. ആരാധനക്കർഹൻ അവൻ മാത്രം. എന്നിട്ട് ഈ ജനത ചെയ്യുന്നതോ? അവൻ സ്വന്തം കൈകൊണ്ട് ബിംബങ്ങളുണ്ടാക്കുന്നു, എന്നിട്ടവയെ ആരാധിക്കുന്നു. എന്തൊരു വിവരക്കേട്! ഇതെങ്ങനെ ഇവർക്ക് മനസ്സിലാക്കിക്കൊടുക്കും? ഇബ്രാഹിം നബിക്ക് നേരത്തെ തന്നെ അല്ലാഹു തന്റേടവും സന്മാർഗബോധവും നൽകിയിരുന്നു. മനസ്സിൽ തൗഹീദിന്റെ വെളിച്ചം പരന്നതോടെ ബഹുദൈവാരാധനയോടുള്ള വെറുപ്പ് വർദ്ധിച്ചു. പിതാവിന്റെ മുമ്പിൽ തന്നെയാണ് ഈ വെറുപ്പ് ആദ്യമായി പ്രകടിപ്പിച്ചത്. നിങ്ങൾ വിഗ്രഹങ്ങൾക്കു മുമ്പിൽ ഭജനമിരിക്കുന്നു. എന്താണതിന്റെ ആവശ്യം? എന്തൊരു നോട്ടമാണ് നിങ്ങൾക്കതുകൊണ്ട് ലഭിക്കാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ആ മറുപടി പ്രവാചകന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഈ സമുദായത്തെപ്പോലെ അവരുടെ പിതാക്കളും വഴികേടിലായിരുന്നു. ഇക്കാര്യം വെട്ടിത്തുറന്നു പറയുകയും ചെയ്തു. അതുമൂലം താൻ ഒറ്റപ്പെടുമെന്നും പലതരം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടിവരുമെന്നും അറിയാമായിരുന്നു. എന്നാലും സത്യം തുറന്നു പറയണം.
ഭവിഷ്യത്തുകൾ ഭയന്ന് സത്യം മൂടിവെക്കരുത്. പ്രഖ്യാപനം നടത്തുമ്പോൾ ആ മുഖമൊന്ന് കാണണമായിരുന്നു. എന്തൊരു ഗൗരവം! ഇതുപോലൊരു പ്രസ്താവന ഇതിനു മുമ്പ് ആ സമൂഹം കേട്ടിട്ടില്ല. ആരാധ്യവസ്തുക്കളെ തള്ളിപ്പറയുക, ഒരു സമൂഹത്തെ ആക്ഷേപിക്കുക, കഴിഞ്ഞുപോയ പിതാക്കൾ വഴികേടിലാണെന്ന് പറയുക. ഈ ചെറുപ്പക്കാരൻ എന്തുപറ്റിപ്പോയി? ജനങ്ങൾ അങ്ങനെയാണ് ചിന്തിച്ചത്. ഇവൻ കളിതമാശ പറയുകയാണെന്ന് ചിലർ കരുതി. വെറുതെ ഒരു രസത്തിനുവേണ്ടി ചെറുപ്പക്കാർ പലതും സംസാരിക്കും. ഇതും ഒരു വെറും വാക്കായിരിക്കും. ചിലർ അക്കാര്യം എടുത്തു ചോദിക്കുകയും ചെയ്തു. ഈ ചോദ്യം ചോദിച്ച ശേഷം അവർ ചെറുപ്പക്കാരന്റെ അടുത്തേക്ക് പ്രതീക്ഷയോടെ നോക്കി. ഞാൻ തമാശ പറഞ്ഞതാണ്. അങ്ങനെയൊരു വാചകം ചെറുപ്പക്കാരനിൽ നിന്ന് കിട്ടിയിരുന്നെങ്കിൽ അത് കേൾക്കാൻ വല്ലാതെ മോഹിച്ചു. ചെറുപ്പക്കാരൻ വളരെ ഗൗരവത്തിലാണ് സംസാരിച്ചത്. ഞാൻ കളിക്കുകയല്ല, കളി പറയുകയുമല്ല. ഗൗരവമുള്ള സത്യം നിങ്ങളെ കേൾപ്പിക്കുകയാണ്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച അല്ലാഹുവിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. കളി പറയുകയല്ല. കളിയല്ല, കാര്യമായിട്ട് തന്നെയാണ് പറയുന്നത്. എങ്കിൽ ഇതനുവദിച്ചുകൂടാ. അതായിരുന്നു ആ സമൂഹത്തിന്റെ നിലപാട്. പിതാവ് സമൂഹത്തിൽ നിന്ദിക്കപ്പെട്ടു. സ്വന്തം പുത്രനെ നിലക്കുനിർത്താൻ കഴിയാത്ത പിതാവ്. സമൂഹം അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി. പിതാവ് മകനെ ഉപദേശിച്ച് പിന്തിരിപ്പിക്കാൻ നോക്കി. അവർ തമ്മിൽ നടന്ന സംഭാഷണം വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. പിതാവിനോട് മകൻ ചോദിച്ചു കേൾക്കാനും കാണാനും കഴിവില്ലാത്ത ഈ പ്രതിമകളെ എന്തിനാണ് നിങ്ങൾ ആരാധിക്കുന്നത്? യാതൊരുപകാരവും ചെയ്യാൻ അവയ്ക്ക് കഴിയില്ലല്ലോ. പിതാവ് കേൾക്കാൻ ഒട്ടും ഇഷ്ടപ്പെടാത്ത ചോദ്യമാണ് മകൻ ചോദിച്ചത്. കോപം വരാൻ ഇനി വല്ലതും വേണോ? ചോദ്യം അവിടെയും നിർത്തിയില്ല. ഉപദേശരൂപത്തിലായിരുന്നു പിന്നെ സംസാരം. ബാപ്പാ, താങ്കൾക്ക് ലഭിക്കാത്ത ചില അറിവുകൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാനത് പറഞ്ഞുതരാം. താങ്കൾ വിശ്വസിക്കണം. അല്ലാഹുവാണ് നമ്മുടെ സൃഷ്ടാവ്. അവനിലേക്കുള്ള ശരിയായ മാർഗം ഞാൻ കാണിച്ചുതരാം. ബാപ്പാ, താങ്കൾ പിശാചിനെ ആരാധിക്കരുത്. പിശാച് പറയുന്നത് കേൾക്കരുത്. അവനെ പിന്തുടരരുത്. അവൻ അല്ലാഹുവിനോട് അനുസരണക്കേട് കാണിച്ചവനാണ്. താങ്കൾ ഞാൻ പറയുന്നത് വിശ്വസിക്കാതെ പിശാചിന്റെ പിന്നാലെ പോയാൽ അല്ലാഹുവിന്റെ ശിക്ഷ നിങ്ങളെ പിടികൂടുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഈ ഉപദേശങ്ങൾ പിതാവിനെ എത്രമാത്രം കോപാകുലനാക്കിയിട്ടുണ്ടാവും, ഊഹിക്കാൻ പോലും കഴിയില്ല. പിതാവിന്റെ മറുപടിയിൽ കോപവും വെറുപ്പും നിറഞ്ഞു നിൽക്കുന്നു. ഇബ്രാഹിം, ഇത്തരം സംസാരം നിർത്തുക, അല്ലെങ്കിൽ നിന്നെ ഞാൻ കല്ലെടുത്തെറിയും. എന്റെ മുമ്പിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോ. ഇബ്രാഹിം നബിയുടെ മനസ്സ് അന്ന് എത്ര വേദനിച്ചിട്ടുണ്ടാവും. താൻ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് അല്പനേരം ചിന്തിക്കാൻ പോലും ആരും തയ്യാറായില്ല. സൃഷ്ടാവായ അല്ലാഹുവിനെക്കുറിച്ചല്ല, സൃഷ്ടിയായ നമ്രൂദിനെക്കുറിച്ചാണവർ ചിന്തിച്ചത്. നമ്രൂദ് കാണിച്ചുകൊടുത്ത വഴിയിലൂടെയാണ് സമൂഹം സഞ്ചരിക്കുന്നത്. അവന്റെ പാത ശിർക്കിലേക്കുള്ളതാണ്. ഒരു നാട് മുഴുവൻ ശിർക്കിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ബിംബാരാധന വളരെ ശക്തമായിരിക്കുന്നു. ആ സമൂഹത്തെ ഏകദൈവ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടിയാണ് ഇബ്രാഹിമിനെ പ്രവാചകനായി നിയോഗിച്ചിരിക്കുന്നത്. ബിംബങ്ങൾക്ക് യാതൊരു കഴിവുമില്ലെന്ന് ഈ സമൂഹം എന്താണ് മനസ്സിലാക്കാത്തത്? അവരുടെ ചിന്ത ആ വഴിക്ക് തിരിച്ചുവിടാൻ എങ്ങനെ കഴിയും? വളരെ നേരം ചിന്തിച്ചപ്പോൾ ഒരു തന്ത്രം തോന്നി. ആരാധനാലയത്തിൽ ഒരുപാട് ബിംബങ്ങളുണ്ട്, വലുതും ചെറുതുമായ ബിംബങ്ങൾ. അവയെ വെട്ടിപ്പൊളിക്കുക. സ്വയം രക്ഷയ്ക്കുപോലും അവയ്ക്ക് കഴിവില്ലെന്ന് ജനങ്ങൾ അപ്പോൾ മനസ്സിലാക്കിക്കൊള്ളും. കോടാലിയുമായി ഒരാൾ വെട്ടാൻ വരുമ്പോൾ അവ തടയുമോ? തടയാനുള്ള കഴിവ് അവയ്ക്കുണ്ടോ? ജനങ്ങളുടെ ചിന്താമണ്ഡലം തട്ടിയുണർത്താൻ അങ്ങനെ ഒരു വഴിയേയുള്ളൂ. പെരുന്നാൾ വരികയാണ്. മൈതാനിയിൽ എല്ലാവരും ഒത്തുകൂടുന്ന ദിവസം. അന്ന് പദ്ധതി നടപ്പാക്കാം. വിഗ്രഹങ്ങളുടെ നിർമ്മാണവും വിൽപ്പനയും ഇറാഖിൽ വലിയ തോതിൽ നടന്നിരുന്നു. 72 തരം വിഗ്രഹങ്ങൾ, പല വലിപ്പത്തിലുള്ളവ. സ്വർണം കൊണ്ടും വെള്ളികൊണ്ടും ഇരുമ്പുകൊണ്ടും വിഗ്രഹങ്ങൾ നിർമ്മിച്ചിരുന്നു. സ്വർണ്ണ വിഗ്രഹത്തിന് വമ്പിച്ച വിലയാണ്. അവ ധനികന്മാർക്കുള്ളതാണ്. സാധാരണക്കാർക്കും ഇടത്തരക്കാർക്കും അവ സ്വന്തമാക്കാനാവില്ല. ഏറ്റവും വലിയ വിഗ്രഹത്തിന്റെ കണ്ണുകളിൽ രത്നങ്ങൾ പതിച്ചിട്ടുണ്ട്. അവ വെട്ടിത്തിളങ്ങും. ഭക്തജനങ്ങളെ കാണുമ്പോൾ തിളങ്ങുന്ന കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോലെ തോന്നും. പാമരജനങ്ങൾ നിർവൃതി കൊള്ളും. മനുഷ്യരൂപത്തിൽ മാത്രമല്ല, വിഗ്രഹങ്ങൾ, വൃക്ഷങ്ങൾ, പക്ഷികൾ, മറ്റു പല ജന്തുക്കൾ, ഇവയുടെ രൂപത്തിലും വിഗ്രഹങ്ങൾ ധാരാളമുണ്ടായിരുന്നു. ചില ചരിത്രകാരന്മാർ ഇങ്ങനെ പറയുന്നു: നമ്രൂദ് രാജാവിന്റെ ജനത കൊല്ലത്തിലൊരിക്കൽ ഒരു നിശ്ചിത ദിവസം പെരുന്നാൾ ആഘോഷിക്കും. ജനങ്ങളെല്ലാം പകൽ സമയത്ത് വിശാലമായ മൈതാനിയിൽ ഒരുമിച്ചുകൂടും. പലതരം വിനോദങ്ങളിൽ ഏർപ്പെടും. എല്ലാവരും ഒത്തുകൂടുന്ന മഹാമേളയാണത്. ആ വർഷവും പെരുന്നാൾ വന്നു. ജനങ്ങളെല്ലാം കൂട്ടം കൂട്ടമായി മൈതാനിയിലേക്ക് പോകുന്നു. അവർ ഇബ്രാഹീമിനെയും ക്ഷണിച്ചു. ഇബ്രാഹീം കുറേയാളുകളോടൊപ്പം പുറപ്പെട്ടു. കുറെ ദൂരം നടന്നിട്ട് ഒരിടത്തിരുന്നു. നല്ല സുഖമില്ല, ഞാനൽപ്പം വിശ്രമിക്കട്ടെ, നിങ്ങൾ പൊയ്ക്കൊള്ളൂ. ഇബ്രാഹീം പറഞ്ഞു. കൂടെയുള്ളവർ പോയി. ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഇബ്രാഹീമിന്റെ മുമ്പിലൂടെ ഒഴുകിക്കൊണ്ടിരുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഒഴുക്ക് നിലച്ചു. വഴികൾ വിജനമായി. ഇബ്രാഹീം ഒറ്റക്കായി. ഇബ്രാഹീം അവിടെ നിന്നെഴുന്നേറ്റ് നടന്നു. ആരാധനാലയം, അതിനകത്ത് വിഗ്രഹങ്ങൾ, ജീവനില്ലാത്ത വസ്തുക്കൾ. അവയെ തല്ലിയുടയ്ക്കണം. മുഖം ഗൗരവം പൂണ്ടു. നല്ലൊരു കോടാലിയെടുത്തു. ആരാധനാലയത്തിൽ പ്രവേശിച്ചു.
മൈതാനിയിലെ വിനോദ പരിപാടികൾ കഴിഞ്ഞാൽ എല്ലാവരും ഇവിടെയെത്തും. പിന്നെ ആരാധന നടക്കും. ബിംബങ്ങളുടെ മുമ്പിൽ ധാരാളം ഭക്ഷ്യവസ്തുക്കൾ വെച്ചിട്ടുണ്ട്. ഭക്തന്മാർക്ക് വിതരണം ചെയ്യാനുള്ളതാണ്. ഇബ്രാഹിം ബിംബങ്ങളെ നോക്കി ചോദിച്ചു, എന്താ ഇതൊന്നും തിന്നുന്നില്ലേ? മറുപടിയില്ല. വീണ്ടും ചോദിച്ചു, എന്താ മറുപടി പറയാത്തത്? കേൾക്കുന്നില്ലേ? നിങ്ങൾക്ക് കേൾക്കാൻ കഴിവില്ലേ? സംസാരിക്കില്ലേ? ഒന്നിനും കഴിവില്ലേ? കോടാലി കൊണ്ട് വെട്ടി. വെട്ടേറ്റ് തകർന്നു വീണു. വലിയ വിഗ്രഹത്തെ വെറുതെ വിട്ടു, മറ്റെല്ലാം തകർത്തു. വലിയ വിഗ്രഹത്തിന്റെ കഴുത്തിൽ കോടാലി തൂക്കിയിട്ടു. എന്നിട്ട് ഇബ്രാഹിം നബി സ്ഥലം വിട്ടു. ജനങ്ങൾ വരും. പൊട്ടിത്തകർന്ന ബിംബങ്ങൾ കാണും. അപ്പോൾ അവർ ചിന്തിക്കും, സ്വയം രക്ഷയ്ക്ക് കഴിയാത്ത വസ്തുക്കൾ, ഇവയെ ആരാധിക്കാൻ കൊള്ളില്ല. ആരാധ്യൻ അല്ലാഹു മാത്രമാണെന്നവർ അറിയട്ടെ. മൈതാനിയിൽ വിനോദപരിപാടികൾ അവസാനിച്ചു. ഇനി ആരാധനയാണ്. എല്ലാവരും ആരാധനലായത്തിൽ വന്നു കയറി. ഞെട്ടിപ്പോയി. തകർന്നു വീണ പ്രതിമകൾ. ആരാണിത് ചെയ്തത്? പലരും ഉറക്കെ ചോദിച്ചു. ഇത് ചെയ്തവൻ മഹാ അക്രമി തന്നെ. അവന് തക്കതായ ശിക്ഷ നൽകണം. അപ്പോൾ ചിലർ പറഞ്ഞു, വിഗ്രഹങ്ങളെ തള്ളിപ്പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഇവിടെയുണ്ട്. ഇബ്രാഹിം എന്നാണവന്റെ പേര്. രാജാവ് വിവരമറിഞ്ഞു. കോപാകുലനായി ഇബ്രാഹിമിനെ ബന്ധിച്ചുകൊണ്ടുവരൂ. രാജകൽപ്പന വന്നു. ആളുകൾ ഓട്ടി. ഇബ്രാഹിം നബി നേരത്തെ പറഞ്ഞ ഒരു കാര്യം ചിലരുടെയൊക്കെ ഓർമ്മയിൽ വന്നു. ഒന്ന്, അവർ ഇബ്രാഹിം നബിയുടെ അടുക്കലേക്ക് മടങ്ങിയേക്കാം. അങ്ങനെ അവർ മടങ്ങിവന്നാൽ വിഗ്രഹങ്ങളുടെ കഴിവുകേട് പറഞ്ഞു മനസ്സിലാക്കിക്കൊടുക്കാം. സർവശക്തനായ അല്ലാഹുലേക്ക് അവരെ ക്ഷണിക്കാം. മറ്റുള്ളവയെ ആര് നശിപ്പിച്ചു എന്നത് ചോദിക്കും, മറുപടി പറയില്ല. അപ്പോൾ അതിന്റെ കഴിവുകേട് ആളുകൾ മനസ്സിലാക്കും. അങ്ങനെയെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ രാജാവിന്റെ പട്ടാളക്കാർ ഓടിയെത്തി. ഇബ്രാഹീമിനെ ബന്ധിച്ചു രാജസദസ്സിൽ ഹാജരാക്കി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.